ഇനി കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സിൽ വരുന്ന വേറൊരു പോർഷനാണ് ഓപ്ഷൻ സെയിൽ എന്ന് പറയുന്നത്. സെക്ഷൻ 64 അതിനെക്കുറിച്ച് പറയുന്നത്. ഓപ്ഷൻ സെയിൽ, അതായത് ലേലം. ഇതും ഒരു സെയിൽ ഓഫ് ഗുഡ്സ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഈ ലേലം എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഒരു 10 മുട്ട ലേലത്തിന് വെക്കുകയാണ്. അപ്പോൾ ലേലത്തിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേലം വിളിക്കുന്ന ആളുണ്ട്, ഓപ്ഷനിയർ എന്നാണ് പറയുക അയാൾ. അപ്പോൾ പുള്ളി ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ബേസ് പ്രൈസ് മിക്കവാറും പറയും. ഇപ്പോൾ 10 മുട്ടയ്ക്ക് 10 രൂപ എന്നാദ്യം ഒരു ബേസ് പ്രൈസ് പറയുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ കൂടി നിൽക്കുന്ന, ഈ ലേലത്തിൽ പങ്കെടുക്കാൻ വന്ന വേറൊരാൾ അതിന് 20 രൂപ പറയുന്നു. അപ്പോൾ മറ്റൊരാൾ 50 രൂപ പറയുന്നു. അങ്ങനെ പലരും 70, 80, 100 അങ്ങനെ കൂട്ടി പറയും. ലാസ്റ്റ് ഒരു 200 രൂപ ഒക്കെ ആകുമ്പോൾ ആരും പിന്നെ കൂട്ടി പറയുന്നില്ല എങ്കിൽ ലേലം അവിടെ വെച്ച് ഉറപ്പിക്കുകയാണ്. അപ്പോൾ 200 രൂപ ഒരു തരം, 200 രൂപ 2 തരം, 200 രൂപ 3 തരം എന്നും പറഞ്ഞ് ലേലം ഉറപ്പിക്കുന്നു. എന്നിട്ട് ആരാണോ ആ 200 രൂപയ്ക്ക് വിളിച്ചത് അയാൾക്ക് 200 രൂപ കൊടുത്ത് ആ മുട്ട വാങ്ങിക്കൊണ്ട് പോവുക. ഇതാണ് ഓപ്ഷൻ സെയിൽ അല്ലെങ്കിൽ ലേലം എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ സെയിലുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 64 എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ക്ലോസ് 1 പറയുന്നത് വേർ ഗുഡ്സ് ആർ പുട്ട് അപ്പ് ഫോർ സെയിൽ ഇൻ ലോട്ട്സ് ഈച്ച് ലോട്ട് ഇസ് പ്രൈമ ഫേസി ഡീം ടു ബി ദ സബ്ജക്റ്റ് ഓഫ് എ സെപ്പറേറ്റ് കോൺട്രാക്ട് ഓഫ് സെയിൽ. നമ്മൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ കണ്ടതാണ്, ഓരോരുത്തരും 20, 30, 40 അങ്ങനെ ഓരോരുത്തരും ഓരോ ലോട്ട് പറയുമായിരുന്നു. അത് ഓരോന്നും സെപ്പറേറ്റ് കോൺട്രാക്ട് ഓഫ് സെയിലായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ അത് അവർ ഓഫർ വയ്ക്കുന്നു 20, പക്ഷേ അത് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ കോൺട്രാക്ട് ഓഫ് സെയിൽ അവിടെ വേണ്ടെന്ന് വയ്ക്കുന്നത്. അങ്ങനെ ഓരോ ലോട്ടും ഓരോ സെപ്പറേറ്റ് കോൺട്രാക്ട് ഓഫ് സെയിലായിരിക്കും. ഇതാണ് ക്ലോസ് 1 പറയുന്നത്. ദെൻ ക്ലോസ് 2 പറയുന്നത് കംപ്ലീഷൻ ഓഫ് കോൺട്രാക്ട് ഇൻ ഓപ്ഷൻ സെയിലാണ്. അതായത് എപ്പോഴാണ് ഒരു ഓപ്ഷൻ സെയിൽ കംപ്ലീറ്റ് ആവുന്നത്? ഈ സെക്ഷനിൽ പറയുന്നത് സെയിൽ ഈസ് കംപ്ലീറ്റ് വെൻ ദ ഓപ്ഷനിയർ അനൗൺസസ് ഇറ്റ്സ് കംപ്ലീഷൻ ബൈ ദ ഫോൾ ഓഫ് ദ ഹാമർ ഓർ ഇൻ ദ കസ്റ്റമറി മാനർ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ ഹാമർ വെച്ചിട്ട് ലേലം ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴായിരിക്കും ഒന്ന്, അല്ലെങ്കിൽ കസ്റ്റമറി മാനർ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ ആ കസ്റ്റമറി മാനറാണ് നമ്മുടെ 200 രൂപ ഒരു തരം, 200 രൂപ 2 തരം, 200 രൂപ 3 തരം. 3 തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് നമ്മളുടെയൊക്കെ ഒരു കസ്റ്റമറി മാനർ. അപ്പോൾ ഏത് രീതിയിലാണോ വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന ലേലം കംപ്ലീറ്റ് ആയെന്ന് അല്ലെങ്കിൽ ഓപ്ഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടക്കത്തിടത്തോളം സമയം വരെ ആ ബിഡ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റില്ല. ഇനി ക്ലോസ് 3 പറയുന്നത് റൈറ്റ് ടു റിസർവ് എ ബിഡ് ബൈ ഓർ ആൻ ബിഹാഫ് ഓഫ് ദ സെല്ലർ. അതായത് നമ്മൾ സെയിലിൽ പറഞ്ഞു, സെയിലിൽ സെല്ലറും ബയ്യറും എന്ന് പറയുന്നത് 2 ഡിഫറെൻറ്റ് പാർട്ടീസ് ആയിരിക്കണം എന്ന്. പക്ഷേ ഓപ്ഷൻ സെയിലിൽ അങ്ങനെയൊരു റൂളില്ല. കാരണം സെല്ലറും ബയ്യറും ഒരേ പേഴ്സൺ ആവും. അപ്പോൾ അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി കാണും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, നായകൻ്റെ വീട് പണയത്തിലായിട്ട് ബാങ്ക് പിന്നെ അത് ലേലത്തിന് വിൽക്കുന്നു, അവസാനം കാശ് കൊടുത്ത് പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഒറിജിനൽ ഓണർ ഈ പറയുന്ന നായകൻ തന്നെയായിരുന്നു, ബാങ്ക് ഓപ്ഷനിയറാണ്. അത് കഴിഞ്ഞിട്ട് ലേലത്തിൽ അത് പിടിക്കുന്നതും ഈ ഓണർ തന്നെയാണിരുന്നത്. സോ ഇവിടെ രണ്ടുപേരും ഒരേ ആൾ തന്നെയാണ്. അല്ലെങ്കിൽ സെല്ലറിൻ്റെ ബിഹാഫിൽ വേറെ ആർക്കെങ്കിലും വേണമെങ്കിലും വന്ന് ഈ ഓപ്ഷനിൽ ഇട് അല്ലെങ്കിൽ എന്താണോ ഗുഡ്സ് അത് തിരിച്ചു പിടിക്കാവുന്നതാണ്. അതാണ് ക്ലോസ് 3 പറയുന്നത്. ഇനി ക്ലോസ് 5 പറയുന്നത് ഓപ്ഷൻ സെയിൽ സബ്ജക്റ്റ് ടു റിസർവ്ഡ് ഓർ അപ്സെറ്റ് പ്രൈസ്. ഇപ്പോൾ ഒരു ലേലം നടക്കുമ്പോൾ ആ ഗുഡ്സിന് ആദ്യമേ തന്നെ ഒരു റിസർവ്ഡ് പ്രൈസ് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബാഗ് ലേലത്തിന് വെക്കുകയാണ്. ശരിക്കും ഒരു 1000 രൂപ വിലയുള്ളൊരു ബാഗാണ്. പക്ഷെ അതിനൊരു റിസർവ്ഡ് പ്രൈസ് പറഞ്ഞില്ല. അതായത് ആ 1000 രൂപ എന്ന് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, ആദ്യം 10, 50, 30 ചിലപ്പോൾ 1000-ന് താഴെയുള്ള എമൗണ്ടിലായിരിക്കും ആ ലേലം ഫിക്സ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതെ സെല്ലറിന് അങ്ങനെ ഒരു നഷ്ടം വരാതിരിക്കാനായിട്ടാണ് ഇങ്ങനെയൊരു റിസർവ്ഡ് ഓർ അപ്സെറ്റ് പ്രൈസ് വെക്കാം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 1000-ൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നു. 1000 കഴിഞ്ഞിട്ട് പിന്നെ ലേലം വിളിച്ചെടുക്കുന്ന എമൗണ്ട് എത്രയാണോ അത് സെല്ലറിനൊരു പ്രോഫിറ്റായിട്ട് വരുമല്ലോ. സോ അതുകൊണ്ട് ഇങ്ങനെയൊരു റിസർവ്ഡ് പ്രൈസ് വേണമെങ്കിൽ ഓപ്ഷൻ സെയിലിൽ വെക്കാവുന്നതാണ്. ക്ലോസ് 6 പറയുന്നത് പ്രിറ്റൻഡഡ് ബിഡിങ് ടു റേസ് ദ പ്രൈസ് ആൻഡ് ഇറ്റ്സ് എഫക്റ്റ്. സെല്ലറിന് വേണമെങ്കിൽ
ഈ ഓപ്ഷനിൽ ബിഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സെല്ലറിൻ്റെ ബിഹാഫിൽ വേണമെങ്കിൽ വേറൊരാൾക്ക് വന്ന് ബിഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ സെല്ലറിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ ആൾക്കാരെ കൊണ്ട് കൂടുതൽ എമൗണ്ട് റേസ് ചെയ്യിപ്പിച്ച് ഓപ്ഷനിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ എമൗണ്ടുകൾ ഇങ്ങനെ കൂട്ടി പറഞ്ഞ് മറ്റേ ആളെ കൊണ്ട് ഭയങ്കര തുകയ്ക്ക് ഈ ലേലം ഉറപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പം അങ്ങനെ പാടില്ല എന്നുള്ളതാണ് ഈ ക്ലോസ് 6 പറയുന്നത്. എനിക്ക് തോന്നുന്നു മരുഭൂമിയിലെ ആന എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വോയിഡബിൾ ഓൺ ദ ഓപ്ഷൻ ഓഫ് ദ ബയർ ആയിരിക്കും.